ഹായ് ഹലോ എവരി വൺ. ക്കുന്നത് ലീപ്പേറില്ല. അത് നമ്മൾ ഇറ്റലിയിലെ ഒരു ബ്യൂട്ടിഫുൾ സിറ്റി. അത് ഒരു ചെറിയൊരു ഐലൻഡാണ്. ഒരു 6-7 ഐലൻഡ് ഉള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഏറ്റവും ഈ ഐലൻഡിൽ ഏറ്റവും വലിയ അത് സിസിലി ഇല്ലേ, നമ്മൾ ഇറ്റലിയിലെ സിസിലി അവിടെയൊക്കെ. സോ അവിടുത്തെ ഒരു സ്ഥലമാണ്. ആക്ച്വലി ഇവിടെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. സാധാരണ ഞാൻ വിചാരിക്കുന്നത് എന്ത് വിചാരിക്കുക, യൂറോപ്പൊക്കെ ഭയങ്കര തണുപ്പാണെന്ന് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ് സാധാരണ തണുപ്പൊന്നുമല്ല, ഇവിടെ ചൂടാണ്. ഈ ചൂടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എനിവേ ഇവിടുത്തെ സിറ്റിയാണ് പ്രത്യേക ഭംഗി, ക്ലീനിങ്. അത് സ്ട്രീറ്റ് ഒക്കെ നോക്കി വെൽ ക്ലീൻ. ആക്ച്വലി ഇതൊരു ചെറിയൊരു ഐലൻഡാണ്. ഇവിടെ ബേസിക്കലി ഉള്ളതെന്ന് വെച്ചാൽ കുറെ ഷോപ്സും ആൻഡ് ഇവിടെ ഒരു ചർച്ചുണ്ട്. അതാണ് ഇവിടെ വിസിറ്റേഴ്സ് കൂടാൻ കാരണം. പിന്നെ ഇവിടെ ഒരു ഓർഗൻ ഉണ്ട്, മറ്റേ നമ്മൾ അഗ്നിപർവ്വതമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിയെന്നാ പറയുന്നത്, ആക്റ്റീവ് ആണെന്നാ പറയുന്നത്. എനിവേ ഇവിടെയൊക്കെ ഷോപ്സ് ഒക്കെ അറിയാമല്ലോ, യൂറോപ്പ് വരുന്നുണ്ട്, അതിനനുസരിച്ച് എല്ലാത്തിനും നല്ല റേറ്റ്. ഇത് ഐലൻഡ് ആയിരുന്നുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ്. ഇവിടെ ബേസിക്കലി റെസ്റ്റോറൻറ്റ് ഉണ്ടോ, റെസ്റ്റോറൻറ്റ്, സ്മാൾ ഷോപ്സ്. ഞാൻ ഇവിടെ നിന്ന് മേടിക്കുന്നത് വെച്ചാൽ എന്താ പറയുക, മാഗ്നറ്റ് ഇല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ മേടിക്കുന്നത്, ആ സ്ഥലത്തിൻ്റെ പേര് എഴുതിയ സ്ഥലം. അതാകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പം എന്ത് ഓർമ്മയിൽ നിൽക്കും. അവർ സംസാരം കാണാൻ നല്ല രസമുണ്ടല്ലേ. സീ മാപ്പ് കാണില്ല ലീപ്പരിന്ന്, ആ സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത്. ഇറ്റ്സ് എ ബെസ്റ്റ് പ്ലേസ് ഇൻ ഇറ്റലി. ഇറ്റലി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉള്ള സ്ഥലമാണ്. സോ ഞാനിതിപ്പോൾ എന്ത് ക്യാമറ തിരിച്ചിട്ട് ഫോട്ടോ എടുക്കുക. സോ ഇന്ന് വലിയ തിരക്കില്ല, കാരണം ഈ തിരക്കില്ലെന്ന് വെച്ചാൽ എന്താണെന്നറിയാം, ഇപ്പോൾ ഓഫ് സീസൺ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, അത് സ്ട്രീറ്റിലാണ് ഇവർ വെച്ചിരിക്കുന്നത്. നോക്കി കണ്ടോ, ആ റെസ്റ്റോറൻ്റ് ഒക്കെ അത് ഓപ്പൺ സ്ട്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ വേസ്റ്റോ ഈച്ചയോ ഒന്നുമില്ല. അങ്ങോട്ട് നോക്കി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത്. ആ കാണുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടോ, റെസ്റ്റോറൻ്റ് അല്ല, അത് ഷോപ്പാണ്. ആ സൈഡിൽ കാണുന്നത് ആ ഷോപ്പിൽ നിന്നാണ് ഞാൻ ബേസിക്കലി ഫുഡ് വാങ്ങിച്ചിരിക്കുന്നത്. ആ ഷോപ്പിൽ പിസ്സ, ഹോട്ട് ഡോഗ് ആൻഡ് ബർഗർ കുറച്ച് വില കുറവാണ്. $8, $14-15 അങ്ങനെ, $15-12 അങ്ങനെയൊക്കെ ഉള്ളു. ഈ സ്ഥലങ്ങൾ ഇത് ആക്ച്വലി ഇത് വില്ലേജാണ്. ഈ ടെറസിൻ്റെ മുകളിൽ അവർ താമസിക്കുന്ന, താഴെ ഷോപ്സ് അവിടെ അങ്ങനെയാണ്. ഞാൻ ആക്ച്വലി ഇത് കാണാനാണ് വന്നത്. ഇത് ഈ ചർച്ച് കാസ്റ്റൽ, ഈ കാസ്റ്റൽ ഭയങ്കര ഫേമസ് കാസ്റ്റലാണ് ഇത്. അതായത് ഈ 11ാം നൂറ്റാണ്ടിൽ ആരെയും പണി ചെയ്തെന്നാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇത് പൊക്ക പോലെ ഇരിക്കുക. ഇത് മലയുടെ മുകളിലിരിക്കുക ഈ സാധനം. കയറും തോറും നടന്ന് മനുഷ്യൻ്റെ പിണ്ടളവ്. ആ ചൂടും അതങ്ങോട്ടേക്ക് ഗസ്റ്റൊക്കെ ടീഷർട്ടൊക്കെ ഒരു നടക്കാൻ ചൂടടിച്ചിട്ട് ഇവിടെ നടന്ന് അങ്ങോട്ട് ഇപ്പോൾ തളരും. ഈ ചർച്ച് ബിൽഡ് ചെയ്തിരുന്ന പഴയ ഗ്രീക്ക് രാജാക്കന്മാരാ. ഇവിടെ ഇത്രയും 11ാം നൂറ്റാണ്ടിലെ സ്കൾപ്ചേഴ്സും പിക്ചേഴ്സും ബിൽഡിങ്ങും അങ്ങനെ. ആക്ച്വലി ഉള്ളിലൊന്നുമില്ലെന്നാ തോന്നുന്നു പുറമെല്ലാം കണ്ടിട്ട്. ഈ ചർച്ചിന്റെ പേര് സെന്റ് കാർട്ടലോസ് കാസ്റ്റൽ എന്നാണ്. ഇത് മറ്റേ പത്ലോ എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ ക്രിസ്ത്യാനികളുടെ, അവര് ആ പുള്ളിയുടെ പേരിലാണ് ഈ ചർച്ച അറിയുന്നതെന്നാണ്. അതിന്റെ കറക്റ്റ് ഹിസ്റ്ററി നമുക്കറിയത്തില്ല. ഓൺലി ട്രാവലിംഗ് ഹിസ്റ്ററി. അതാണ് ഞാനിതൊരു ചർച്ചിലൊന്നും പോയിട്ടില്ല, ആദ്യമായിട്ടാണ് കയറിയിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ചർച്ചിൽ കയറിയിട്ടുണ്ട്, അല്ല യൂറോപ്പിലൊന്നും ചർച്ച് കയറിയിട്ടുണ്ട്, പഴയ ചർച്ച്. ഇതാണ് എന്റെ ലക്ഷ്യം, ഇവിടുത്തെ ഉള്ളിൽ കയറി ഈ ചർച്ചിൽ പോകാനാണ് പ്ലാൻ. ഇവിടെയാണ് മറ്റേ പഴയ ആളുകൾ അടക്കിയത്, മീൻ രാജാക്കന്മാരും ബിഷപ്പും അങ്ങനത്തെ ആളുകൾ. അവിടെ
എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. സോ അവിടെയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കല്ലിലാണ് ഉണ്ടാക്കിയത്. ഇത് പ്രൊട്ടക്റ്റിംഗ് ഏരിയ, അങ്ങോട്ട് ആരും വിടത്തില്ല. ഇവിടുത്തെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇവിടെ എന്തോ എപ്പോഴും പൈററ്റ്സ് വന്ന് അറ്റാക്ക് ചെയ്ത്, കടൽക്കൊള്ളക്കാർ വന്ന് അറ്റാക്ക് ചെയ്ത് ഈ ഷിപ്പ്, അതായത് ഈ ചർച്ച് അറ്റാക്ക് ചെയ്ത് പൊളിച്ചിട്ടുണ്ട്. പിന്നെയും വീട് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഐ മീൻ ആ കാലഘട്ടത്തിൽ. ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. അറ്റകുറ്റപ്പണി പൊളിഞ്ഞു വീഴുന്നത് തോന്നുന്നു. പക്ഷെ എന്തെന്നല്ല ഉള്ളിൽ കയറേണ്ട പ്ലാനാ. യൂറോപ്പിൽ വന്നിട്ട് പഴയ ചർച്ചൊന്നും കണ്ടിട്ടില്ല. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഉള്ളിൽ കയറി ആ സൈഡിൽ കണ്ടോ, അവിടെ എന്തൊക്കെ ആക്ച്വലി ഇത് ബിൽഡിംഗ് ഇയേഴ്സ് അങ്ങനെ എന്താ എഴുതിയിട്ടുണ്ട്. ഇറ്റാലിയൻ ലാംഗ്വേജിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഫ്രഞ്ച് ഇതിന്റെ ഹിസ്റ്ററിയൊക്കെ. ഈ പിക്ചർ കാണുമ്പോൾ അത്രയും നമ്മൾ ഇത്രയും വർഷം പഴക്കമുള്ള ഫീലിങ്സ് ഇതൊക്കെ കിട്ടും. പക്ഷെ ഉള്ളിൽ വരുമ്പോൾ ഒരു നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇതാണ് ആൾക്കാരെ മെഴുകുതിരി കത്തിക്കുന്നത്. സോ ഇവിടെ ഇപ്പം എപ്പോഴും പൂജയും ഇതൊക്കെ കൊണ്ട് തോന്നുന്നു. പൂജയാണ് ആരാധന. ഞാനിപ്പോ ഒരു കാര്യം കാണിച്ചു തരാം. ടെറസിന്റെ മുകളിലത്തെ ഡ്രോയിങ്സ് ഒക്കെ നോക്കി. അത് ഈ പഴയ ചർച്ചിലെല്ലാം ഇതുപോലെ ഉണ്ട്. അതുകൊണ്ട് അത് പെർഫെക്ഷനാണ് ആ ഓരോ ഡ്രോയിങ്സ് ഇരിക്കുന്നത്. ഈ കളറൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ആ കളർ വെച്ച് നോക്കി. കുറെ ആളുകള് പഴയ കൾച്ചർ ആയിരിക്കും അവരുടെ ജീവിതശൈലിയും. അത് ഫൈറ്റിങ്, പിന്നെ കൃഷി, അത് ബനാനയാണ്, പഴമാണ് മുന്തിരിയാണോ എന്തുകൊണ്ട്. കൊച്ചുങ്ങള് ഫൈറ്റിങ്, ആട്. കറക്റ്റ് ഡ്രോയിങ് നല്ല അത്ഭുതം തോന്നുന്നു. നമ്മളെയും കേട്ട് നമ്മളൊരു ഇത്രയും വർഷം പഴക്കം അവരും നല്ല സ്കില്ലുള്ളത് കഴിവുള്ളവരുണ്ടെന്ന് അറിയുമ്പോൾ അസൂയ. ഞാനിവിടെ അത്ഭുതത്തോടെ നോക്കുന്നത് വെച്ചെന്ന് വെച്ചാൽ ആ ഡ്രോയിങ്സ് ഒക്കെ, ആ പടം വരച്ചത്. ഇതിൻ്റെ അകത്ത് എന്തോ ഇവിടേക്ക് കുറെ പിക്ചേഴ്സും ഇതൊക്കെ ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. സോ ഇതിന്റെ ഉള്ളിലാണ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ ആക്ച്വലി എല്ലാവർക്കും ഫ്രീയാ. ഞാൻ വിചാരിച്ചു ക്യാഷ് പേയ്മെന്റ്. ഇതിന്റെ ഉള്ളിലാണ് ഞാൻ ഇവിടെ വായിച്ചായിരുന്നു. അതിന്റെ ഉള്ളിൽ ഇവിടുത്തെ ഇറ്റാലിയിലെ ഒരു ഫേമസ് ആർട്ടിസ്റ്റ് കുറെ സ്കൾച്ചറൊക്കെ വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ സ്കൾച്ചർ എന്ന് വെച്ചാൽ മറ്റേ സ്റ്റാച്ചു പോലത്തെ സാധനങ്ങൾ എന്തോ. അത് ഹിസ്റ്റോറിക്കൽ പരമായി എന്ത് ചെയ്തത്, കൾച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ ആ ഒരു ഡീറ്റെയിലിങ്ങിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് മറ്റാത്ത വീഞ്ഞ് കൊടുക്കൂലേ, പഴയ വീഞ്ഞ് കൊടുക്കുക, ഹോളി വാട്ടറാണ് എന്തുകൊണ്ട്. ഉള്ളിൽ കയറുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു ക്രിയേഷൻ. അതുകൊണ്ട് ആ കല്ലില് റൗണ്ട് അടിച്ച് ഇത് അല്ലെങ്കിൽ പഴയ ജസ്റ്റ് ഒന്ന് ഇമേജ് ചെയ്തു പഴയ നൂറ്റാണ്ട് എങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇറ്റാലിയയിലുള്ള ഇതാണ് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതെന്താ എല്ലാരും കിടക്കുന്ന പോലെയല്ലേ. ഇത് പഴയ വീഞ്ഞ്, മൺകലം. ഇതെന്താ അണ്ടർഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ബ്ലോക്ക് ആക്കി, ഫുള്ളും ബ്ലോക്കിൽ കിടക്കുക. ഇനി ഇതൊക്കെ ചുമ്മാ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു കത്തി നൈഫൊക്കെ വെച്ചിരിക്കാൻ. എനിക്കിത് ആ തൂണൊക്കെ നോക്കിയ ഫുള്ളും കല്ലില്ല. ആണ് ഞാൻ പറഞ്ഞ ആർട്ട് ഇതാണ്. എന്റെ ദൈവമേ, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ഓ, സംതിങ് നൈസ്. ഏലിയൻസിനെ പോലെ ഇരിക്കുന്നു. ഇവിടുത്തെ ഫേമസ് ആർട്ടിസ്റ്റാ ഇറ്റാലിയൻ. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നോക്കി, ആർട്ടിസ്റ്റിന്റെ പേര് സാൽവത്തോർ അഗ്ലിയോർ കലബല്ലോത്ത. കുറെ പേരുണ്ടല്ലോ. ഇത് നോക്കി,
ഇത് നോക്കി, ആ കണ്ണു നോക്കി, കട്ട കലിപ്പില് കാണുമ്പോ തന്നെ ഒരു പേടി. ആക്ച്വലി ഇവിടെ വേറെ ആരുമില്ല, ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്ക. സംതിങ് നോട്ട് നൈസ്. ഇവിടെ ഒറ്റയ്ക്കുന്ന പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് അടുത്ത് നിൽക്കുന്നത് ഇതാണ് 3 പേര് നിൽക്കുന്നത്. ഇത് കറക്റ്റ് നമ്മളെന്തെന്നാണ് ഏലിയൻസിനെ പോലെ. ഇവിടെ ഞാൻ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞാൻ ഇതില് ഈ വീഡിയോയിൽ ആഡ് ചെയ്യല്ല. ഇതാണ് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അത് ഡ്രോയിങ് അത് ഒറ്റത്തടിയിലാണെന്ന് തോന്നുന്നു. ആ ഡ്രോയിങ്സ് മുഴുവൻ കൾച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ പരമായ ഡ്രോയിങ്സ് ഒക്കെയാണ്. എന്തെന്നാലും തിരികെ പോകാനുള്ള പ്ലാന്. ഇവിടെ നിന്ന് ഞാൻ പേടിക്കും. വേറെ ആരുമില്ല. പക്ഷെ എന്തെന്നാലും ഒറ്റയ്ക്ക് ശരിയാവില്ല. ഇത് വേറെ ഒന്ന് കാണിച്ചിട്ടാണ് ഇറങ്ങിയ സ്ഥലത്ത്. ആക്ച്വലി ഇത് ആരെ ബറീഡ് ചെയ്ത്, അതായത് ആരെ അടക്കിയ സ്ഥലമാണ്. ഇതുപോലത്തെ ഞാൻ നമ്മള് ഗോവയിൽ പോകുമ്പോ ചർച്ച ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മള് ഫോർട്ട് കൊച്ചിയിൽ വാസ്കോ ഡ ഗാമ ചർച്ചില്ലേ, അതിന്റെ ഉള്ളിലുണ്ട് ഇതുപോലെ. സോ ആൾക്കാരിൽ ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ. ആക്ച്വലി എനിക്കൊരു ഐഡിയ ഇല്ല ഇതെന്താണ്. എന്തായാലും ഞാൻ അവിടെ നിന്നും മടുത്തു. ഉള്ളിലോട്ട് പോയി അവിടുത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കാം. ഞാൻ കുറെ പിക്ചേഴ്സ് കാണിച്ചു തരാം പോകുന്നുണ്ട്. ഇത് കണ്ടോ, കുറെ പഴയ ഡ്രോയിങ്സ്, വർഷങ്ങൾ പഴക്കം, ജീവിതത്തിൽ കാണാൻ പറ്റില്ല. ഇതൊക്കെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. പഴയത് പുതിയത് ആക്ച്വലി ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഏത് ടൈപ്പ് ചർച്ചാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ കറങ്ങിയ വണ്ടർ അടിച്ച്. ആണെങ്കിൽ ഒരു പഴയ കപ്പല് കാണിച്ചു തരാം. ഇവിടെ പഴയ യൂസ് ചെയ്ത കപ്പലായിരിക്കും, അതെന്റെ മോഡൽ. പണ്ട് ഗ്രീക്കുകാർ ട്രാവൽ ചെയ്തെന്ന ക്രൂസ് ആയിരിക്കും. വേറെ എന്തോ സാധനം, ഇവിടെ വേറെ എന്തോ ആണോ എനിക്കൊന്നും മനസ്സിലായില്ല. കുമ്പസാര കൂടാണ്. ഇവിടെ നിന്നിട്ട് ഇനി തിരിച്ചു പോകാനാണ് ബെറ്റർ. ഇതും വേറെ എന്തോ. ഈ ആൾക്കാരിൽ എന്തോ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ട്രഷർ വല്ലതും കാണോ, സ്വർണ്ണം. Qui vi go bäst med city. Jeszcze mi się. എൻ്റെ ഷിപ്പ് കണ്ടോ,
ഇതാണ് ഇവിടെ അടയ്ക്കിയ സ്ഥലം. പണ്ടത്തെ കല്ലറുണ്ട്. കല്ലറൊക്കെ പൊളിച്ച് നോക്കിയിട്ടുണ്ട്. എപ്പോൾ ചെന്നെന്തോ വരുന്നു. യൂറോപ്പിൽ ചൂടില്ലെന്ന് വിചാരിച്ചതാ. ഇവിടെയൊക്കെ ഒടുക്കത്തെ ചൂടാ. മനുഷ്യൻ ഇവിടെ ദൂരികയാണ്. ഇത്രയും വലിയ ചൂട് ഞാൻ നമ്മളെ നാട്ടില് കേരളത്തിലും കുറില്ല തോന്നുന്നു. അത്രയ്ക്ക് ചൂടടിക്കും. തടല് നോക്കി നടക്കുക. എങ്ങനെ തിരിച്ചു പോയാൽ മതി എന്നാണ്. ഇവിടെ നിന്നാണ് മറ്റേ കടൽ കൊള്ളക്കാരൊക്കെ വന്നിട്ട് ആക്രമിക്കെന്ന് പറഞ്ഞു. ഹിസ്റ്ററിയിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ ഇവിടെ നിന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. സോ ഇതാണ് ഒലീവ്സ് മരം. ഈ ഒലീവ്സ് മരത്തിൻ്റെ ഇതില്ലേ, അത് ഇറ്റലിയിൽ നമ്മളെ യൂറോപ്പിനൊക്കെ ഫേമസാണ്. സോ ആ സൈഡ് കാണില്ലേ, അവിടെയാണ് നമ്മൾ മ്യൂസിയം ഓൾഡ് ചർച്ചും ഉണ്ട് അവിടെ. കാസ്റ്റൽ, ആക്ച്വലി ബേസിക്കലി ഇതിന് കാസ്റ്റൽ എന്ന് പറയുന്നത്. സോ ഇത് മ്യൂസിയമാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം എന്താണുള്ളത് നോക്കാം. ഇതെന്താ ശംഖാണോ? പുള്ളി എൻ്റെ അടുത്ത് പാസ് വെച്ച്, വെരി ഷുവർ പാസ്. ഞാൻ പറഞ്ഞു അപ്പച്ചാ നോ പാസ്. ഓക്കെ ബൈ ബൈ സീ എന്ന് പറഞ്ഞ് പയ്യെ എന്നെ തള്ളി. അത് കുഴപ്പമില്ല. ഇതാണ് പഴയ ബിൽഡിംഗ്. ഇതാണ് ആ പാലമരം പോലത്തെ ഇരിക്കുന്നത് ഗാർഡൻ. അവിടുത്തെ കണ്ടിട്ട് പാലമരം പോലെ ഇരിക്കുക, മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി. സോ ആ സൈഡിൽ അത് പഴയ ചർച്ചും പിന്നെ ഒരു ഓഫീസും അങ്ങനെ എന്തോ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും എക്സിറ്റ് ആവാം. സീ വഴി നമുക്ക് എക്സിറ്റ് പോവാം. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയല്ല, വിൻഡോ. സോ ഈ അപ്പച്ചൻ എനിക്ക് ഫോട്ടോസ് കാണിച്ചു തന്നു. സോ അപ്പച്ചൻ കട്ട ഫോട്ടോഗ്രാഫർ കേട്ടോ. എത്രയും പുള്ളിവരെ 40-45 വർഷമായിട്ട് ഫോട്ടോ എടുക്കാം. അത് കൂടുതലായിരുന്നു. അത് ഫോട്ടോസൊക്കെ കൊള്ളാം. ഞാനിങ്ങനെ ഇവിടുന്ന് പയ്യെ പുറത്തിറങ്ങിയിട്ടേ, ആക്ച്വലി ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ, നല്ല ചൂടാണ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയാൽ മതി. ഞാനാലേക്ക് ഈ സിമ്മൻ്റൊക്കെ ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടിയത്, അതിന് വേറെ എന്തെങ്കിലും മിക്സ് ചെയ്ത സാധനമാണോ? അതവനാണ് ചാൻസ്.
ഈ ഗുഹ ഉണ്ടോ, ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകുമ്പോ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് അല്ലേ. പണ്ട് ആലോചിച്ചൊക്കെ ഇവിടുത്തെ മറ്റേ രാജാക്കന്മാരും പട്ടാളക്കാരൊക്കെ പോകുന്നത്. നമ്മളിവിടെ നിന്ന് ഏതാണ്ട് പുറത്തിറങ്ങാറേ. ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന പറയുമ്പോൾ ആ സ്റ്റാച്ചു ഇങ്ങനെ ഉണ്ടെന്ന്. അത് പഴയതാണോ പുതിയതാണോ കണ്ടിട്ട് ഒരു പഴയൊരു സ്ട്രക്ചറുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ മതിൽ കണ്ടോ, വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ ഈ മോഡലുണ്ടോ ഒന്ന് ഇത്രയും ബിൽഡ് ചെയ്യുന്നു. നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ടേ ഇവിടെ നിന്ന് ചൂടടിച്ച് രക്ഷപ്പെടാനാണ് എൻ്റെ പ്ലാന്. ഫ്രണ്ടിൽ നിൽക്കുന്ന ടീംസ് ഇല്ലേ, ഇറ്റാലിയൻസ് ആണെന്ന് തോന്നുന്നത്. ഇറ്റാലിയൻസ് എന്താണ് ഒരു മഞ്ചാറിനോ പറയാം. അതായത് ഫുഡ് കഴിക്കാൻ പോകുന്നു. അത് ഫിലിപ്പീൻ റെസ്റ്റോറൻ്റൊക്കെ പറയാം. ഞാൻ ഈ സ്ട്രീറ്റ് റോഡൊക്കെ ചെക്ക് ചെയ്യുക, ഫുള്ളും കല്ലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊക്കെ പുതിയ ബിൽഡിങ്ങാണ്. പക്ഷെ ഇവിടുത്തെ ഒരു എന്താണ്, ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസിന് അനുയോജ്യമായ രീതിയിലാണ് ഇവിടെയൊക്കെ എല്ലാ വീടും ഇല്ലേ, വീടൊക്കെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ പുറകെ നിന്നാൽ ശരിയാവില്ല. ഈ സ്ട്രീറ്റ് നോക്കി, സ്ട്രീറ്റ് ആ വീടൊക്കെ അത് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഇവിടെയൊക്കെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇവിടെ വെരി ഇമ്പ്രസിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വെൽ ക്ലീനാണ്. കണ്ടോ, ഒരു വേസ്റ്റ് കാണില്ല. അതിൻ്റെ ഒരു വേസ്റ്റ് ബിന്നും കൂടി ഇവിടെ ഇല്ല. ഇവിടെ എല്ലാ ആളുകൾ താമസമുണ്ട്. പക്ഷെ വെൽ ക്ലീനാണ്. അതാണ് യൂറോപ്പിൻ്റെ മെയിൻ പ്രത്യേകത. ഇത് ഞാൻ ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്ത. കാറ് പോകുമ്പോൾ ഉള്ള പ്രഷർ നോക്കി, മറ്റേ കല്ലിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ സൗണ്ടൊക്കെ. ഇതൊക്കെ നല്ല ഭംഗിയല്ലേ ഇത്. ഈ സൈഡ് ആ ബാൽക്കണിയൊക്കെ ചെയ്തിരിക്കുന്ന നോക്കി, റോഡിൻ്റെ ചെടിയുടെ ഡിസൈൻ നോക്കി, എല്ലാം സെറ്റപ്പാണ്. ഞാൻ വീണ്ടും മറ്റേ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ കയറിയത് ആ ചർച്ചിലേക്ക്, അവിടെ തന്നെ എത്തിയിട്ടുണ്ട് വീണ്ടും. ആ തിരക്കാണ്. അവിടെയാണ് മറ്റേ ഞാൻ പറഞ്ഞ ഷോപ്പ്. ഒരു $10-15 ബർഗറും പിസയൊക്കെ ഉണ്ട്. പിസ അല്ല, സാൻഡ്വിച്ച്. കുറച്ച് വില കുറവാണ്. അതിൽ നടന്ന് നേരെ വേറെ സ്ട്രീറ്റിലെത്തി. ഇവിടെ ടൂറിസ്റ്റൊക്കെ കുറച്ച് കുറവായിരുന്നു. മേ ബി ഇത് ഓഫ് സീസൺ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണ ആരായിരിക്കും? ഇവിടുത്തെ മോർണിംഗ് ഏതെങ്കിലും സ്റ്റാഫ്സ്, ഇവിടെ ഒരു ആരെങ്കിലും എന്തു പറയണ കോർപ്പറേഷൻ ഓഫീസിൽ ആരെങ്കിലും കാണും. ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ക്ലീനിങ്ങിൻ്റെ ഇതൊക്കെ. അല്ലെങ്കിൽ ഇത്രയും ക്ലീൻ ആക്കിയിട്ടിരിക്കുമല്ലോ. ഇവിടുത്തെ വേസ്റ്റ് വെള്ളം പോകാനാണോ മഴ വരുമ്പോൾ വെള്ളം പോകാനാണോ എന്തോ ഈ പാലം.
അത് കൊള്ളാം. അങ്ങോട്ട് നോക്കി ഓപ്പൺ റെസ്റ്റോറൻറ്റ് നോക്കി. ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഇവിടെ ഇത് കണ്ടായിരുന്നു. ഒരു ഈച്ചയില്ല, സ്മെല്ലില്ല. അടുത്തൊരു പള്ളി, അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ. ഇപ്പോൾ 2-3 മണിക്കൂറായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. ഫ്രണ്ടിലെ ഗസ്റ്റ് എന്നെ ബ്ലോക്ക് ചെയ്യുക, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. സോ ഇന്നത്തെ വീഡിയോസ് ഇവിടെ തീർന്നു. ഇനി അങ്ങോട്ട് വേറെ ഒന്നുമില്ല. താങ്ക് യു സോ മച്ച്.